വളരെ ഭക്തിനിർഭരമായ ഒരു തീർത്ഥയാത്രയെ പോലെ പരിശുദ്ധാമ്മയുടെ പാദാന്ത്യത്തിൽ നിന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ യാചിച്ച് നാം ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ പരിശുദ്ധാമ്മയുടെ സാന്നിധ്യവും അനുഗ്രഹവും യാചിക്കുന്ന നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്ക് ഇന്ന് വളരെയേറെ സന്തോഷവും ആനന്ദവും പകരുന്ന ദിനങ്ങളാണ്. സന്ധ്യാവന്തനം ആരംഭിക്കുവാൻ സമയമായതിനാൽ എല്ലാ ഭക്തജനങ്ങളും ഇടവകജനങ്ങളും ദേവാലയത്തിൽ പ്രവേശിച്ച് പരിശുദ്ധ അമ്മയുടെ സന്ധ്യാവന്തന പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സന്ധ്യാവന്തന വേളയിൽ നമുക്ക് വേണ്ടി നമ്മുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കും. പ്രത്യേകമാവിധം ഇന്നത്തെ സന്ധ്യാവന്തനം സംഭാവന നൽകുന്ന മാർട്ടിൻ ജീന കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഒപ്പം വളരെ മനോഹരമായ പരിശുദ്ധ അമ്മയെ വഹിച്ചു കൊണ്ടുവന്ന ചക്രപുരുഷണം സംഭാവനയായി നൽകിയ അരുളപ്പൻ പനിദാസ് കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇവരുടെ മകൻ 1.5 വർഷമായി ക്യാൻസർ രോഗിയായി കഴിയുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം യാചിച്ചുകൊണ്ട് ഈ മകൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുവാനും അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ സന്ധ്യാവന്തന ദിവസം സംഭാവനയെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദാനം ടെക്സ്റ്റൈൽസ്, സിന്ധയാത്ര, കോട്ടയാട് വിഴിഞ്ഞം, ലാസലാലും ഒരു വിശ്വാസി, ഹൃദയദാസൻ ശോഭ, പ്രീതി ജോണി, കേരീശും കുടുംബവും, ജോർജ് രാജേഷ്, എ പി രാജൻ കുടുംബം, കൃഷ്ണദാസി വിൽസൺ കുടുംബം, ജെയിംസ് ജെറാമ, പ്രകാശ് ജെ ഫെർണാണ്ടസ്, ഇവരുടെ നമുക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇവരുടെ നിയോഗങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തിൽ അമ്മയുടെ മധ്യസ്ഥം വഴി ഈ കുടുംബങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ സന്ധ്യാവന്തന വേളയിൽ നമുക്ക് പ്രാർത്ഥിക്കും. വളരെ ഭക്തിയോടുകൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് സന്ധ്യാവന്തനം ആരംഭിക്കുവാനായി എല്ലാ യുവജനങ്ങളും ദേവാലയത്തിൽ പ്രവേശിച്ചുകൊണ്ട് ഈ ഭക്തിസാന്ദ്രമായ ഈ സന്ധ്യാവന്തന പ്രാർത്ഥനയിൽ പങ്കുകൊള്ളണമെന്ന് അറിയിക്കുന്നു.